നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ കൊറോണയെ ഏകദേശം മുക്തമാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രവാസികളെ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു വിളിക്കുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഇതേ തുടർന്ന് ഖത്തറടിയുള്ള പ്രവാസി താമസക്കാർക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തേക്ക് മടങ്ങിയെത്തണമെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റീ എൻട്രി പെർമിറ്റ് നിർബന്ധമാണ്. പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പ്രവേശനാനുമതിയുള്ള COVID-19 വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ല എന്നത് ഏറെ പ്രവാസികൾ തിരിച്ചടിയായിരിക്കുകയാണ്. ഹോം ക്വാറന്റൈനിൽ കഴിയാൻ യോഗ്യതയുള്ളവരുടെ പട്ടികയും പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുമ്പോൾ ഒരാഴ്ച ഹോം ക്വാറന്റൈനിൽ കഴിയാമെന്ന് സ്വയം സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകണം. ആ രാജ്യങ്ങളിലുള്ള ഖത്തർ അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളിൽ യാത്രാ തീയതിക്ക് 48 മണിക്കൂർ മുമ്പ് പരിശോധിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വിദേശ വിമാനങ്ങൾക്കുള്ള പ്രവേശന വിലക്ക് നീങ്ങുന്നതനുസരിച്ച് മാത്രമേ ഇന്ത്യയിൽ കഴിയുന്ന ഖത്തർ പ്രവാസികൾക്ക് തിരിച്ചുവരവ് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റീ എൻട്രി പെർമിറ്റ് അനുവദിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഖത്തർ പോർട്ടൽ, അതായത് https://portal.moi.gov.qa എന്ന വെബ്സൈറ്റ് വഴി വേണം റീ എൻട്രി പെർമിറ്റ് അപേക്ഷിക്കേണ്ടത്. അനുമതി ലഭിക്കുന്നവർക്ക് മടങ്ങിയെത്താവുന്നതാണ്. റീ എൻട്രി പെർമിറ്റ് ലഭിച്ചാൽ കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആ രാജ്യങ്ങളിൽ ഖത്തർ അംഗീകൃത കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങൾ ഇല്ലെങ്കിൽ ദോഹയിലെത്തി സ്വന്തം ചിലവിൽ ഒരാഴ്ച ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയുകയും ചെയ്യണം. തുടർന്ന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും. ഡിസ്കവർ ഖത്തർ വഴി യാത്രയ്ക്ക് മുമ്പ് ഹോട്ടൽ ബുക്കിംഗ് നടത്തണം. റീ എൻട്രി പെർമിറ്റ് ലഭിച്ച് മടങ്ങിയെത്തുന്ന സ്വകാര്യ മേഖലയിലെ വിദഗ്ധ, അവിദഗ്ധ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്കുള്ള ക്വാറന്റൈൻ ചെലവ് തൊഴിലുടമയും വഹിക്കണം. മടങ്ങിവരവ് തീയതി സംബന്ധിച്ച കാര്യങ്ങൾ പ്രവാസി ജോലിക്കാർ തങ്ങളുടെ തൊഴിലുടമകളുമായി ചർച്ചയും ചെയ്യണം. വിദ്യാഭ്യാസ മേഖലയിലെ ജോലിക്കാരും അവരുടെ കുടുംബങ്ങളും ക്വാറന്റൈനിൽ തന്നെ കഴിയണം. റിട്ടേൺ പെർമിറ്റ് സംബന്ധിച്ച വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ COVID-19 പേജ് സന്ദർശിക്കുകയോ 109 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ സർക്കാർ കോൺടാക്ട് സെന്ററുമായോ ബന്ധപ്പെടാവുന്നതുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.